ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പാകിസ്ഥാൻ കരസേന ഫോർവേഡ് പൊസിഷനിലേക്ക് വന്നു എന്ന് ഇന്ത്യ പറയുന്നു. ഇന്ത്യ സജ്ജമാണ് എന്ന് ലോകത്തോടും ഇന്ത്യ പറയുന്നുണ്ട്. ആ സമയത്താണ് മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രിയെ വിളിക്കുന്നത്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇതിനോടകം തന്നെ പ്രതിരോധ മന്ത്രിയെ കാര്യങ്ങൾ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സിന്ധൂറിന് അടുത്ത ഘട്ടമുണ്ടാകും. ഒരു എസ്കലേഷനിലേക്കാണ് പോകുന്നത്. പാകിസ്ഥാന്റെ പ്രൊവോക്കേഷൻ ഒരു എസ്കലേഷൻ നിർബന്ധിതമാക്കുന്നു എന്ന ഘട്ടത്തിലേക്കാണോ? എങ്ങനെയാണ് ഡൽഹിയിലെ ആലോചനകൾ പുരോഗമിക്കുന്നത്? അഭിലാഷ്, ഇപ്പോൾ ഡൽഹിയിൽ തിരക്കിട്ട യോഗങ്ങൾ തന്നെയാണ് ഉള്ളത്. അതായത് നേരത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സേനാ മേധാവികൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കാണുന്നുണ്ട്. അപ്പോൾ തിരക്കിട്ട നീക്കങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിലുള്ള. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു പാക് കരസേന അതിർത്തിയിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ ഫോർവേഡ് ഏരിയസിലേക്ക് പാകിസ്ഥാൻ സേന നീങ്ങുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീറിനെ വിളിക്കുന്നത്. ഒരു അസാധാരണമായ ഒരു ടെലിഫോൺ കോളായിരിക്കണം അത്. കാരണം സാധാരണയായി രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിലുള്ളൊരു നേരിട്ടുള്ളൊരു ചർച്ച മാത്രമാണ് നടക്കുന്നത്. ഇത് അമേരിക്ക പോലൊരു രാജ്യത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയെ വിളിക്കുക എന്നുള്ളത് തന്നെ അസാധാരണമായ ഒരു സാഹചര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ S ജയശങ്കറുമായി സംസാരിച്ചു എന്നുള്ള വിവരം അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ അമേരിക്ക അറിയിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡീഎസ്കലേഷൻ വേണം, അതായത് സംഘർഷം ആ മേഖലയിൽ കുറയ്ക്കണം. ഇന്ത്യയും പാകിസ്ഥാനും ചർച്ചയ്ക്കുള്ള വഴി കണ്ടെത്തണം ഒന്ന്. മൂന്നാമതായി പറയുന്നു, ഞങ്ങൾ വേണമെങ്കിൽ ആ ചർച്ചയ്ക്ക് വഴിയൊരുക്കാം അല്ലെങ്കിൽ സൗകര്യമൊരുക്കാം എന്നുള്ളതാണ്. അതായത് മധ്യസ്ഥതയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ്. ഈ ഒരു നീക്കത്തിന് അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ ഇടപെടലിന് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പക്ഷേ ഈ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാർത്താക്കുറിപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ കരസേന ഫോർവേഡ് ഏരിയാസിലേക്ക് അല്ലെങ്കിൽ അതിർത്തി മേഖലകളിലേക്ക് നീങ്ങുന്നു എന്നുള്ളത്. വിന്യസിച്ച് കഴിഞ്ഞ ഒരു കാര്യമാണ്. പാകിസ്ഥാൻ നേരത്തെ തന്നെ ഇവിടെ വിന്യസിച്ചിരുന്നു. അത് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇന്ത്യയും സമാനമായ തരത്തിലുള്ള ഒരു സേനാ വിന്യാസം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ സൂചനകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് തന്നെ നൽകിയത്. അതായത് കത്വയിൽ നിന്നും ആൾക്കാരെ ഒഴിപ്പിക്കുന്നു, അല്ലെങ്കിൽ തദ്ദേശവാസികളെ പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നു എന്നുള്ളത്. അതായത് അതിർത്തി ഗ്രാമങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും സേനയുടെ അവിടുത്തെ സാന്നിധ്യം തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിർത്തിയിൽ ഇന്ത്യയുടെ സേനയും എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്നും വിലയിരുത്താൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ നേർക്കുനേർ പോരാട്ടം തന്നെയാണ്, ഈ കരസേനകൾ തമ്മിലുള്ള സേനാ പോരാട്ടം തന്നെയാണ് വരാനിരിക്കുന്നത്. പക്ഷേ അപ്പോഴും കറാച്ചി എന്നുള്ളൊരു വലിയ ഒരു ചോദ്യചിഹ്നം അവിടെ വരുന്നു. അതായത് നാവികസേന അറബിക്കടലിലുണ്ട്, നാവികസേന നീക്കം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്ന് രാവിലെ പാക് മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് എല്ലാം ഈ നാവികസേനയുടെ ഇന്ത്യൻ നാവികസേനയുടെ അറബിക്കടലിലെ നീക്കങ്ങളാണ്. ഇന്നലെ മുതൽ നാവികസേന അവിടെ ഒരു അഭ്യാസം പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണ്. നേവൽ ഫയറിങ്ങിനായിട്ട് നോട്ട് MR പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് മറൈനേഴ്സിന് ഒരു കുറിപ്പ് ഇന്നലെ തന്നെ ഇന്ത്യ ഔദ്യോഗികമായി നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് ഗുജറാത്ത് തീരത്ത് പോർബന്ദറിന് സമീപം ഇന്ത്യയുടെ വലിയ തോതിലുള്ള നാവിക അഭ്യാസം നടക്കുന്നു, അല്ലെങ്കിൽ നേവൽ ഫയറിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനും സമാനമായി കറാച്ചി തുറമുഖത്തിന് മുന്നിൽ അല്ലെങ്കിൽ അവരുടെ മേഖലയിൽ അവരുടെ ഫയറിംഗ് അല്ലെങ്കിൽ നേവൽ ഫയറിങ്ങോ പരിശീലനമോ നടക്കുന്നുണ്ട്. ഇരു സേനകളും തമ്മിലുള്ള വ്യത്യാസം 31 നോട്ടിക്കൽ മൈൽ മാത്രമാണ് എന്നുള്ളതും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നേർക്കുനേർ അല്ലെങ്കിൽ മുഖാമുഖം തന്നെ അവിടെയും നിൽക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ കറാച്ചി തുറമുഖം ഇന്ത്യ ആക്രമിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അത് തെറ്റായിരുന്നു, പൂർണ്ണമായും തെറ്റായിരുന്നു. ഇപ്പോൾ നാവികസേനയുടെ നീക്കമുണ്ടോ എന്നുള്ളതാണ്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും സേനാ മേധാവികൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. നാവികസേനാ മേധാവി ഒറ്റയ്ക്ക് പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു എന്നുള്ള വിവരം പിന്നീട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. പക്ഷേ അപ്പോഴും അത്തരത്തിലൊരു നീക്കം, നാവികസേന അവിടെ സജ്ജമാണ്, കരസേനയും സജ്ജമാണ്, പാകിസ്ഥാൻ സേന അതിർത്തിയിലേക്ക് നീങ്ങുന്നു എന്ന് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇനി ഈ സംഘർഷം മൂർച്ഛിക്കുമോ എന്നുള്ളതാണ്.